സുവർണ ജൂബിലിയിലെത്തി നിൽക്കുന്ന സീമം വിദ്യാലയത്തിന് ഇനിയും ശക്തിയോടെ കൂടുതൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കാൻ കഴിയാവുന്ന തലങ്ങളിലേക്ക് ഈ വിദ്യാലയം എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്, ഈ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ഈ SLC +2 പരീക്ഷകളിൽ നമുക്ക് A+ ഒക്കെ കിട്ടുന്ന കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്, ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന കുട്ടികളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന വലിയൊരു പ്രശ്നം ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ കാര്യത്തിൽ അവർ വേണ്ടത്ര പോരാ എന്നുള്ളതാണ് പലപ്പോഴും നടക്കുന്ന ചർച്ചകളിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 3 വർഷം മുമ്പേ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന ശ്രീ ഷാജഹാൻ IAS അദ്ദേഹം പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, A+ എന്തുമാത്രം കൊടുത്താലും നമ്മുടെ കുട്ടികൾക്ക് വളരെ കൃത്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ കഴിയുന്നില്ല എന്ന് കുറ്റസമ്മതം നടത്തിയിരുന്ന അദ്ദേഹം. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് ഏതായാലും കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ മാറ്റങ്ങൾക്ക് ശ്രമങ്ങൾ ആരംഭിച്ച ഒരു വ്യക്തിയാണ്. അങ്ങയുടെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം മറ്റൊന്നുമല്ല, നമ്മുടെ കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും മാത്രം പോരാ, ഏത് ഇൻ്റർവ്യൂവിൽ കേരളത്തിൻ്റെ പുറത്തു പോയാലും അവർക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കണം, പെർഫോം ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഭാഷ തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. ആശയവിനിമയത്തിന് ഭാഷയാണ് മാനദണ്ഡം. അതല്ലാതെ മാർക്ക് കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല, A+ കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല, സെലക്ഷൻ കിട്ടണമെന്നില്ല. ഇൻ്റർവ്യൂ ബോർഡിൽ പരാജയപ്പെട്ടാൽ ഒരിക്കലും സെലക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന മറ്റൊന്നുമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കുട്ടികൾക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാക്കാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അങ്ങ് ഒരു പുതിയ തുടക്കം കുറിക്കുന്ന മന്ത്രി എന്ന നിലയ്ക്ക് ഒരു ലാംഗ്വേജ് ലാബ് കേരളത്തിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. അത് കേരളത്തിലെ രക്ഷിതാക്കളുടെ ആവശ്യമാണ്, കുട്ടികളുടെ ആവശ്യമാണ്. ഈ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘടകമാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങേക്ക് സാധിക്കാവുന്ന കാര്യമാണ്. അങ്ങ് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാണ്, മന്ത്രിയാണ്. ഇതും കൂടി അങ്ങ് മുൻകൈ എടുക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ന്യൂജൻ കോഴ്സുകളെ കുറിച്ചുകൂടി അങ്ങ് ആലോചിക്കണം. അങ്ങ് നേരത്തെ സംസാരിച്ചു, വളരെ ഭംഗിയായി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങ് നമുക്ക് ട്രഡീഷണൽ കോഴ്സുകളാണ് നമ്മൾ ആലോചിക്കണം. കൺവെൻഷണൽ കോഴ്സുകൾ മാത്രമാണ് ഉള്ളത്. ന്യൂജൻ കോഴ്സുകൾ കാലത്തിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഡാറ്റാ സയൻസ്, അതുപോലെ തന്നെ ഓട്ടോമേഷൻ തുടങ്ങിയ കോഴ്സുകൾ നമുക്ക് താഴെത്തട്ട് മുതൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് കൂടി അങ്ങ് ഗൗരവമായി ആലോചിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ +1 പ്രവേശനം നേടിയ മുഴുവൻ കുട്ടികൾക്കും നല്ല ഭാവി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.